ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ന്യൂസ് ചാനൽ. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കാണാൻ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എയർപോർട്ടിലെത്തിയ വിവരങ്ങളൊക്കെ കഴിഞ്ഞല്ലേ. എയർപോർട്ടിൽ നമ്മുടെ ലഗേജൊക്കെ ഉള്ളിൽ പോയതിന് ശേഷം ഹാൻഡ് ബാഗും കൊണ്ട് നടക്കുക കേട്ടോ. ഹാൻഡ് ബാഗിനുണ്ട് നല്ല വെയിറ്റ്, 7 കിലോനൊന്നും നല്ല ഉള്ളത്, 8-9 കിലോനുണ്ടാവും. തൂക്കി നോക്കിക്കുകയാണെങ്കിൽ അത് നമ്മളത് തൂക്കിയില്ല, എന്നെക്കൊണ്ട് പ്രശ്നമല്ല അതിന് കേട്ടോ. അതും ഇങ്ങനെ തോളിട്ട് ഇങ്ങനെ അട്ടും കൊണ്ടും തിരിഞ്ഞും പറഞ്ഞും കളിക്കുകയാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ പോരുന്നേരം ഹാൻഡ് ബാഗിൽ 7 കിലോ വേണ്ടിയെടുത്ത് അതിലധികം വന്നിന് കേട്ടോ സാധനം. അധികം വന്നത് ആടവിൽ കഴിച്ച് വെപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കടത്തി വിട്ടത്. 1 കിലോനും കൂടി അധികം പറ്റൂല എന്നാണ്, അല്ലെങ്കിൽ 1 കിലോന് എത്ര ഒരു പൈസ വന്ന് കിട്ടോ. അന്ന് അത്രയും അടിച്ച് കണങ്ങ് കൊണ്ടുപോകാൻ. അപ്പോൾ ഞങ്ങൾ കണക്കാക്കി കിട്ടോ, ചിലപ്പം തിരിച്ച് കൊണ്ടുപോകേണ്ടി വരുമെന്ന്. അങ്ങനെ മോന് ഞങ്ങളെ കൂടെ ഉണ്ട്, എയർപോർട്ടിലേക്ക് ആക്കാൻ വന്നീനു. മോനന്ന് ഞങ്ങളെ കൂടെ നാട്ടിലേക്ക് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് കവറൊക്കെ കൈ പിടിച്ചിന് കേട്ടോ. തിരിച്ചയക്കുകയാണെങ്കിൽ കവറിലിട്ട് കൊടുത്തയക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കവറിൽ എടുത്തിട്ട് ഞാൻ തൂക്കി 7 കിലോ റെഡിയാക്കിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. എന്നാണെങ്കിൽ ട്രോളിക്കും നല്ല വെയിറ്റാണ്, 2-3 കിലോനൊക്കെ ഉണ്ടാവും ട്രോളി. പിന്നെ അതിൽ അത്രയും സാധനവും കൊള്ളും. എന്തായാലും നമ്മൾ കൊണ്ടുവരാൻ അതിനത്രേ അന്ന് കിട്ടിയുള്ളൂ. 7 കിലോന് 3 കിലോ ട്രോളിയും കഴിച്ചിട്ടാണെങ്കിൽ ബാക്കി സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല കേട്ടോ. 4 കിലോന് ഇന്ന് ഞങ്ങൾ അങ്ങനത്തോട് കണക്കാക്കിക്കുന്നു. അങ്ങനെ എന്തോ പറയുകയാണെങ്കിൽ നമ്മൾ കവറിൽ എടുത്തിട്ട് പുറത്ത് ആരെല്ലോ കൊടുക്കുക എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തോ ഭാഗ്യത്തിന് അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ അവിടുന്നൊക്കെ കഴിച്ചിലാക്കി. ലഗേജ് ഇത്തിരി അധികം ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ ലഗേജ് ഇത്തിരി കൂടുതലായിട്ട് കുറയൂല കേട്ടോ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇത്തിരി സാധനങ്ങളൊക്കെ കൂടുതൽ കൊണ്ടുവരാനുണ്ടാവും. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണുണ്ടാവും തിരിച്ച് കൊണ്ടുവരാൻ. പിന്നെ പെണ്ണുങ്ങൾ അടുക്കളയ്ക്കുള്ള സാധനവും റൂമിലേക്കുള്ള സാധനവും അങ്ങനത്തെ ഒക്കെ നമ്മൾ വാങ്ങുകയും ചെയ്യില്ല, കാണുമ്പോൾ ആണുങ്ങൾ പോലെ അല്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി ലഗേജ് കൂടി പോണത്. എന്നും ഞാനും വിചാരിക്കട്ടോ ഈ സാധനം ഒന്നും വാങ്ങൂല, നാട്ടിലേക്ക് പോകുമ്പോൾ ഫ്രീ ആയിട്ട് പോകണം, കുറച്ചെന്തെങ്കിലും വാങ്ങുകയുള്ളൂ എന്നൊക്കെ കാണുമ്പോൾ വാങ്ങിപ്പോവും. പിന്നെ പോരുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാകുകയും ചെയ്യും. കുറേ സമയം ഞങ്ങൾ പുറത്തുകൂടെയൊക്കെ അഴിച്ച് കിട്ടും. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് ഉള്ളിലേക്ക് കിടക്കാൻ പോകുക കേട്ടോ. ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഓരോരുത്തർ ഇങ്ങനെ മുന്നേ പോകുന്നത്. ഞങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ പോകാമെന്ന് വെച്ചാൽ കുറേ ലഗേജൊക്കെ ഉണ്ടല്ലോ, മക്കളെ വേഗം ഞങ്ങളെ വേഗം ഒക്കെ ഉണ്ടല്ലോ. അതിലും കൂടി തൂക്കി പിടിച്ച് കൊളുത്തി പിടിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങൾക്ക് കയറാനുള്ള ഫ്ലൈറ്റ് അതാക്കുന്നിട്ടോ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി കാണുന്നതാണ്. ഞാനിങ്ങനെ നടക്കുന്നതൊക്കെ വീഡിയോ എടുക്കുകയാണ്. ഫോണിലാണെങ്കിൽ ചാർജും കുറവാണ് കേട്ടോ. അങ്ങോട്ട് പോരുകയാണല്ലോ, ഫോണിൽ ഫുൾ ചാർജൊക്കെ വേണമല്ലോ, ഞാൻ കുത്തിയിടുകയൊക്കെ ചെയ്തിരുന്നു. എന്തോ ചാർജ് കയറായി, എല്ലാവരും സ്വിച്ച് ഓഫ് ആക്കി എന്തോ ഒരു പ്രശ്നം വന്നിട്ട് ചാർജ് ആയില്ല. ആണെങ്കിൽ ഇതൊക്കെ വീഡിയോ എടുക്കുകയും വേണം കേട്ടോ. ലാസ്റ്റ് ഭാഗം ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതാ കയറുന്ന ഭാഗമാണിത്. ഡോറൊക്കെ കണ്ടില്ലേ. മക്കളൊക്കെ മുന്നിൽ കയറിയിരിക്കുന്ന അതിൻ്റെ വേക്കിലേക്ക് മോനും കയറി, മുത്തും കയറി, പിന്നെ വേക്കിലേക്ക് ഞാനും കയറി കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുത്താൽ ഓലിനെ ചീത്ത പറയുമോ എന്തെങ്കിലും പറയുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്. ഓലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ധൈര്യമായിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ അതിൽ സീറ്റ് നമ്പർ ഉണ്ടാകുമല്ലോ. ഞങ്ങളെ സീറ്റൊക്കെ ബേക്കിലേന് കേട്ടോ. ഞങ്ങൾ 4 ആൾ ടിക്കറ്റ് ഒരുമിച്ച് എടുത്തേ, ഞാനും മുത്തും മക്കളും കൂടി. അപ്പോൾ ഓൾക്ക് 3 ആൾക്കും ഒരു സീറ്റും കിട്ടി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എനിക്കൊരു സീറ്റും കിട്ടി. 26A-B-C എന്ന് പറഞ്ഞ സീറ്റാണ് മുത്തൂനും മക്കൾക്കും കിട്ടിയത്. എനിക്കാണെങ്കിൽ 26D ആണ് കിട്ടിയത്. എൻ്റെ ഈ തെമ്പത്തുള്ള സീറ്റാണ്. ഓൾക്ക് ഒരു വിൻഡോ സീറ്റും ഉണ്ടാവും. മക്കൾക്ക് 2 ആൾക്കും വിൻഡോ സീറ്റ് വേണമെന്നാണ് കേട്ടോ. അങ്ങനെ മോനാണെങ്കിൽ മുന്നിലത്തെ സീറ്റാണ് കിട്ടിയത്, ഓന് നടുവിലത്തെ സീറ്റാണുള്ളത്. പിന്നെ സൈഡിൽ ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓൻ്റെ സൈഡിലുള്ള ആളെ എൻ്റെ സീറ്റിലേക്കാക്കി. ഓൻ്റെ സീറ്റിൽ ഞാനും റിഫുമോനും ഇരുന്ന്. പിന്നെ അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വിൻഡോ സീറ്റ് റിഫോനും കിട്ടി, ജനുവാക്കും കിട്ടി. എൻ്റെ ബോർഡിംഗ് പാസ് ആണ് കേട്ടോ. കണ്ടില്ലേ, സീറ്റ് 26D എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിന് നേരെ മുകളിലും ഉണ്ടാവും 26D എന്ന്. കണ്ടില്ലേ, അതിൻ്റെ നേരെ ചോട്ടിലുള്ള സീറ്റിലാണ് ഞാനിരിക്കുക. ഇതൊക്കെ കാണിച്ച് തന്നിട്ട് നിങ്ങൾ ആരും എന്നെ കളിയാക്കരുത് കേട്ടോ. എന്നെപ്പോലെ ഫസ്റ്റിലൊന്നും ഞാനെന്തൊന്നും കണ്ടില്ലല്ലോ, കാണാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളൂ, ഇവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചത് കേട്ടോ. അത് ഞാനും കുറേ ആഗ്രഹിച്ചാണ് കേട്ടോ ഫ്ലൈറ്റ് കയറാനും ഇരിക്കാനും യാത്ര ചെയ്യാനൊക്കെ. അതൊക്കെ ഇപ്പോഴല്ലേ സാധിച്ചേ, കൊല്ലമായിട്ടുള്ളൂ സാധിച്ചിട്ട്. അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. അതുപോലെ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടാകല്ലോ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്നെപ്പോലെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. ഓരൊക്കെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കട്ടെ. പിന്നെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയല്. അങ്ങനെ പെണ്ണുങ്ങൾ രണ്ടും വന്നെങ്ങാൻ നമ്മളെ കൊണ്ടൊക്കെ സീറ്റ് ബെൽറ്റ് ഇടിപ്പിക്കുക കേട്ടോ. സാധാരണ പറയുന്നതാണ്, എല്ലാവർക്കും ഓർമ്മയുള്ളൂ, കാണുന്നാലും ഇടാത്തവരൊക്കെ ഉണ്ടാവും. ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താഴുമ്പോഴും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. എന്നാൽ പോലും പ്രത്യേകമായിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ പറയും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ കയ്യിലുള്ള ഹാൻഡ് ബാഗൊക്കെ വെക്കുക. ഹാൻഡ് ബാഗ് കൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും അവിടെ ഇരിക്കുന്ന തിരക്കിൽ എന്താ പറയുക, ആട്ട് എറിഞ്ഞ് പിടിപ്പിക്കുക ചെയ്യുക. പിന്നെ ഒരു നല്ലോണം അടുക്കി പെറുക്കി വെക്കുകയാണ്. അങ്ങനെ നമുക്ക് കുറേ സാധനം കൊള്ളുകയും ചെയ്യുമല്ലോ. ഞാൻ ഇരുന്നിടത്ത് നിന്ന് എണീച്ച് വേക്കോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയതാണ്, അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും. സാധാരണ ഒക്കെ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണെങ്കിൽ അടിഞ്ഞ സീറ്റിൽ അവിടെ ഇരിക്കാനാണ്, പിന്നെ ഇറങ്ങുമ്പോഴേ എണീച്ച് പോരുക കേട്ടോ. അല്ലാണ്ട് എണീക്കുകയും ചെയ്യില്ലേനും. ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടിയിട്ട് അവിടെ ഒന്ന് എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. ഈ പ്രവാസികളൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കൂലേ.
ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നല്ല സന്തോഷം തന്നെയല്ലേ. പിന്നെ ടിക്കറ്റ് എടുത്തേക്കാണെങ്കിൽ ഊണും ഉണ്ടാവില്ല, ഉറക്കവും ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലും നാട്ടിലെത്തി കിട്ടിയതിനുള്ള ചിന്തയുണ്ടാവും. ഈ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നിട്ടാണെങ്കിൽ ഒരു വിചാരിക്കും എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതിയായിരുന്നു. നാട്ടിൽ നിന്നാണെങ്കിൽ തിരിച്ച് പോരുമ്പോൾ ഈ സന്തോഷമൊന്നും കാണില്ലല്ലോ, എല്ലാവർക്കും വിഷമമായിരിക്കും. അത് കാണുമ്പോൾ ഞമ്മക്കും വിഷമം തന്നെയല്ലേ. ഇപ്പോൾ ഇവരെ സന്തോഷം കാണുമ്പോൾ ഞമ്മക്കും ഒരു സന്തോഷമാണ്. बेल्ट खोलने के लिए फ्लैप उठाइए और दोनों सिरों को अलग कर दीजिए। यदि इस प्रकार का ऑक्सीजन मास्क अपनी कुर्सी के ऊपर लगे पैनल से बाहर आए तो उसे तुरंत अपनी ओर खींचे और इस तरह नाक और मुंह ढककर सामान्य ढंग से सांस लेते रहें। दूसरों की सहायता करने से पहले अपना नकाब पहन लें। इस विमान में 8 आपातकालीन द्वार है। 2 विमान के पिछले हिस्से में 4 ओवरविंग पर और 2 द्वार आगे के हिस्से में है। याद रहे आपके नजदीकी द्वार आपके पीछे भी हो सकते हैं। विमान में धुआं मौजूद होने पर फर्श में लगे फ्लोरेसेंट मार्क को निकटतम द्वार तक पहुंचाने में मदद करेंगे। सुरक्षा निर्देश पत्र आपकी कुर्सी के सीट पे रखा है, इसे ध्यान से पढ़ लें। जो अतिथि ओवरविंग एग्जिट पे बैठे हैं उनसे निवेदन है कि इस द्वारों का संचालन विधि को ध्यान से पढ़ लें और समझ लें। धन्यवाद। Dear guests, may we have your attention please? We will now demonstrate the safety features of this aircraft. Your safety is our utmost concern and the safety features may differ from the other aircraft. We ask you to direct your full attention to the cabin crew in front of you. यदि आपातकालीन स्थिति में विमान को पानी पर उतरना पड़े तो इस लाइफ जैकेट को इस तरह पहने और सीट बेल्ट अपनी कमर पर कस के बांध लें। लाइफ जैकेट को सिर्फ द्वार के निकट ही फुलाइए। इसे फुलाने के लिए लाल टॉगल को मजबूती से खींचें। आपसे निवेदन है कि निकासी द्वार तक पहुंचने से पहले अपना लाइफ जैकेट को ना फुलाइए, क्योंकि इस विमान से निकलने में पहले बाधा आ सकते हैं। बच्चों के लिए एक टॉगल खींचें। अपनी लाइफ जैकेट को अधिक फुलाने के लिए एक नली दी गई है जिससे इस तरह से हवा भरकर फुला दें। कृपया ध्यान दें, यदि आप निकलता है तो फिर लाइफ जैकेट को विमान से निकलने के ठीक पहले खुलाइए। यदि आप ओवरविंग के माध्यम से निकल जाते हैं तो हवाई जहाज के बाहर निकलने के बाद खुलाइए। पानी के साथ संपर्क में आते ही लाल बटन Do not inflate your life jacket until you are out of the exit, as this would slow down the evacuation flow. Your life jacket has an oral tube for the installation for children. Pull down only one. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് ഇതാ പൊന്തുകയാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ താഴോട്ടൊക്കെ കാണാനും അതുകൊണ്ടോ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവിടെ ഇറങ്ങാൻ നേരത്ത് താഴോട്ടൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി. ഇങ്ങോട്ട് കാണാൻ തുടങ്ങി എന്തോ ഒരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര ചെയ്ത് കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടോ. അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ്. ലാസ്റ്റ് ഭാഗങ്ങളാണ് ഈ കാണുന്നത്. സാധാരണ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താഴുമ്പോഴും ഒന്നും ചെവി അടിഞ്ഞു വരില്ലേ കേട്ടോ. ഈ പ്രാവശ്യം ചെവി അങ്ങ് അടിഞ്ഞു. എന്നിട്ട് എന്തോ ഒരു അസ്വസ്ഥത. പിന്നെ മൂക്കും തൊള്ളിയൊക്കെ പൊത്തി വെച്ചെങ്കിൽ എന്തോ ആക്കിയൊക്കെ ചെവി തുറന്നെടുത്തതാണ്. എന്നാലാണ് ഒരു സമാധാനമായത്. എല്ലാവർക്കും ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലർക്കൊക്കെ ആയിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. എനിക്കും എല്ലാ പ്രാവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ പ്രാവശ്യവും ഫസ്റ്റത്തെ പ്രാവശ്യവും ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി ഭൂമിയിലൊന്ന് തൊട്ട് തോന്നിക്കുകയാണെങ്കിൽ ഒറ്റ കുട്ടിക്ക് ഇരിപ്പുള്ളൂ കേട്ടോ. അന്നപ്പോഴേക്ക് സീറ്റ് ബെൽറ്റ് ഊരി പിന്നെ ഹാൻഡ് ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള തിടുക്കായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി കിട്ടിയിരിക്കുകയാണെങ്കിൽ അവനവൻ്റെ കുടുംബത്തിനും കാണാമല്ലോ, അല്ലെങ്കിൽ നാട്ടിലെത്താലോ വെളിയിലെത്താലോ ഉള്ള ഒരൊറ്റ ചിന്ത കേട്ടോ ഉണ്ടാകുക.
ഞങ്ങൾ കുറച്ച് ബേക്കിലും അതിനും പിന്നെ ആണെങ്കിൽ കുറച്ച് ബാഗുകളും ഉണ്ടല്ലോ മക്കളതും ഞങ്ങളുടെ എല്ലാം കൂടി കുറച്ച് ഹാൻഡ് ബാഗും ഉണ്ട് അതെല്ലാം കൂടി കൊണ്ട് മക്കളെ നടത്തിച്ച് പോരണല്ലോ. അപ്പോൾ തിരക്കിട്ട് നമ്മളും പുറത്തിറങ്ങിക്കാണ് ചട്ടി കൂട്ടി പോകുക. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റാണ് ഇറങ്ങിയത്. ഞാനായിട്ട് ഏറ്റവും ലാസ്റ്റുള്ളത്, മുത്തും അതിൻ്റെ മുന്നിലുണ്ട്, പിന്നെ മക്കളും മുന്നിലുണ്ട്. ആണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ തിരക്കൊന്നും പറ്റില്ല, എങ്ങനെ ആക്കത്ത് പോരണല്ലോ. അതെല്ലാം കൂടി വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ആക്കിയത്. കുട്ടികളൊക്കെ നല്ല സ്വഭാവമുള്ള കേട്ടോ. മക്കളെ കണ്ടിട്ട് ഇങ്ങനെ മക്കളെ കളിപ്പിക്കുക, വേഗമൊക്കെ വാങ്ങി. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ പൈലറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ്, ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. 36 പറഞ്ഞ് 30 ഇറങ്ങിപ്പോയിന്ന്. പിന്നെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന്. ഈ കാണുന്ന കുടിച്ച പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ഫ്ലൈറ്റിൽ നിന്ന് ലഗേജൊക്കെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടിയാണ് കേട്ടോ. ഏതായാലും എയർപോർട്ടിൽ ഇറങ്ങി പിന്നെ പുറത്ത് ഇറങ്ങുന്നത് വരെ ഫോണിൽ ചാർജ് തീർന്നില്ല. അത് തന്നെ വലിയ സമാധാനം കേട്ടോ. ഞാൻ പേടിച്ചതായിരുന്നു. ഫോണിൽ ചാർജ് ചെയ്ത് സ്വിച്ച് ഓഫ് ആയിപ്പോയി വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു കണ്ടന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കണ്ടേ. ഞങ്ങൾ വന്ന ഫ്ലൈറ്റാണ് കേട്ടോ അത്. ഞങ്ങൾ വന്ന സമയത്ത് സൗദിയിൽ നിന്ന് ഫ്ലൈറ്റ് വന്നിക്ക്, ദുബായിൽ നിന്ന് വന്നിക്കുന്നത്. അങ്ങനെ നല്ല തിരക്കായിട്ട് അവിടെ ചെക്കിങ്ങിൽ ഒരുപാട് ആൾക്കാരുണ്ടായി. കുറേ സമയം അവിടെ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. അന്ന് പുറത്തിറങ്ങാൻ വൈകിയത് കൊണ്ട് നമ്മുടെ ലഗേജിൻ്റെ അടുത്ത് കാത്തുക്കേണ്ടി വന്നില്ല കേട്ടോ. സാധാരണ ബെൽറ്റിൻ്റെ അടുത്ത് വന്ന് നോക്കിക്കുക, എൻ്റെ പെട്ടിയതാന്ന് നോക്കി. ഞാൻ ഇത് നമ്മൾ പെട്ടിയൊക്കെ റെഡി ആയിട്ട് ബെൽറ്റുമ്പോൾ താഴെ വീണെടുക്കുന്നുണ്ട്. കുറേ സമയം വന്നിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വേഗം പുറത്തിറങ്ങാനുള്ള സന്തോഷത്തിൽ പെട്ടി എടുത്ത് ഇങ്ങനെ പോരുന്നേരാണ് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്, ഈ പെട്ടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ആ മെഷീനിലൊക്കെ ഒന്നിടണോ. അങ്ങനെ മെഷീനിലൊക്കെ ഇട്ട് നോക്കും, നിരങ്ങൾ എടുത്തോളി പോയിക്കോളി എന്ന് പറഞ്ഞ് അതിലൊരു ചോപ്പർ ഉണ്ടായി കേട്ടോ. അതായിരിക്കും ഒരു സംശയം തോന്നി. ഞങ്ങൾ തിടുക്കപ്പെട്ട് പുറത്തിറങ്ങാൻ നോക്കാട്ടോ. നമ്മളെ കാത്തു നിൽക്കുന്നവരുണ്ടാകില്ല പുറത്ത്. ഞങ്ങൾ ഉള്ളിൽ കുറേ വൈകിയൻ കൊണ്ട് ഓലും കാത്തുനിന്ന് മുഷിഞ്ഞി ഉണ്ടാവും. എല്ലാവരും ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ കൂട്ടാൻ വന്നവരൊക്കെ കണ്ടിക്കുന്നത്. ചെറിയ മോനും ഉണ്ട്, ഏട്ടത്തിൻ്റെ മോനുണ്ട്, അനിയത്തിൻ്റെ മോളും ഉണ്ട്. അങ്ങനെ മോൻ വന്ന് എന്നോട് ലഗേജൊക്കെ വാങ്ങി. ഞങ്ങൾ ഇവലോട് വലിയ മോനിൽ പറഞ്ഞില്ലല്ലോ, അവലോട് പറഞ്ഞൊക്കെ ഞങ്ങൾ കുറേ ലഗേജ് കൊണ്ടുവരാനുണ്ട്, അതിനെക്കൊണ്ട് വലിയ വണ്ടി വേണം, അതല്ലെങ്കിൽ 2 വണ്ടി വേണമെന്ന്. എന്നാൽ പോകാൻ പറഞ്ഞ് ഇന്നോവ എടുക്കാൻ, നമുക്ക് ഇന്നോവയിലേക്ക് കൊള്ളുന്നതല്ലേ ഉണ്ടാവും, ഇത്രയും പെട്ടിയല്ലേ ഉള്ളൂ. പെട്ടിയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തലേന്ന് വരെ ഞങ്ങൾ പറഞ്ഞത് ഇന്നോവ എടുക്കുക, കാറും എടുക്കുക, എന്നാൽ പിന്നെ നല്ലോണം പോരാല്ലോ ലഗേജൊക്കെ കൊണ്ട് ആർക്കോ വരണമെങ്കിൽ എയർപോർട്ടിലേക്ക് വരികയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പെട്ടിനെ വലിപ്പം ഉണ്ടോ കണ്ടപ്പോൾ പറഞ്ഞ ഇന്നോവയെ കൊള്ളും മേമി, അങ്ങനെ മതി, ഞാൻ ഇന്നോവയെ എടുത്ത് വരാം. അങ്ങനെ ഞങ്ങളുടെ വരവ് ക്യാൻസലാക്കി ഓൻ തന്നെ വന്നാണ്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ചായ കുടിക്കുക കേട്ടോ. ഞാനും റിഫും മോനും നെയ് റോസ്റ്റ് കഴിച്ച്, കുറച്ച് ആൾക്കാർ മസാല ദോശ കഴിച്ച്, ഒരാൾ അയില മുളകിട്ടതും പൊറാട്ടയും കഴിച്ചിട്ട് അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ യാത്ര തുടരുകയാണ് കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്കുണ്ട് എൻ്റെ വാപ്പിച്ചി ഞങ്ങളെയും കാത്ത് റോഡുമ്മൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി വാപ്പിച്ചിനെയും കണ്ട് പിന്നെ വാപ്പിച്ചിനെയും കൂട്ടിയാണ് ഞങ്ങൾ പുരയിലേക്ക് പോകുന്നത്. പുരയിലെത്തിയപ്പോൾ അനിയത്തിയാണ് കേട്ടോ വന്ന് കെട്ടിപ്പിടിക്കുന്നത്. പിന്നെ ബേക്കിലുള്ള മോളാണ്, അതിൻ്റെ ബേക്കിൽ ഇക്കാക്കൻ്റെ അമ്മച്ചിയാണ്. പിന്നെ എൻ്റെ അമ്മച്ചിയും ഏട്ടത്തിയും ആങ്ങളുടെ ഓളൊക്കെ കൊലായിലുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ ഒമാൻ്റെ നാട്ടിലെത്തിയ വിശേഷങ്ങൾ. അനിയത്തിയും മോളും വണ്ടിൻ്റെ അടുത്ത് മക്കൾ കാണാൻ പോയപ്പോൾ കേട്ടോ മോനെ കാണുന്നത്. ഓൻ പറയാണ്ടാണല്ലോ വന്ന്, ആ സന്തോഷത്തിലാണ് ഓല്. രാവിലെ 7:20 ഫ്ലൈറ്റ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങളെ പുരയിലേക്ക് യാത്ര 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ കുറേ സമയം വൈകുകയും ചെയ്തിക്കല്ലോ ഉള്ളിൽ. അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ പുരയിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ വരുമ്പോഴേക്ക് വലിയ നെയ്ച്ചോറും കോഴി മുളകിടയും പരിപ്പൊക്കെ ഉണ്ടാക്കി ഏട്ടത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഇവിടെ അന്നേരം ഒരു ബാക്കിയുള്ള സാധനമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഫുഡ് കഴിക്കുകയാണ്. വാപ്പച്ചിമാരും 2 ഉമ്മച്ചിമാരും ഏട്ടത്തിൻ്റെ മോളും അനിയത്തിൻ്റെ മോളും അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരോടും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. കേട്ടോ മക്കളെ, നമ്മൾ ഒമാനിൽ നാട്ടിലെത്തിയ വിശേഷങ്ങൾ സാധാരണ പറയുമ്പോൾ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ നിങ്ങൾ ചെയ്തൊക്കെ വേണ്ടി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തിട്ടോ. പിന്നെ കാര്യം പറയാനുള്ളത്, നമുക്ക് നെറ്റിൻ്റെ പ്രശ്നമുള്ളതിനെ കൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത്. എല്ലാവരും ക്ഷമിക്കണം. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.